ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലെ ഏറ്റവും വലിയ തിരക്കേറിയ ഷോപ്പിംഗ് മാർക്കറ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏഷ്യയിലെ തന്നെ വലിപ്പമേറിയ ഒരു മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ്. സരോജിനി മാർക്കറ്റിൻ്റെ കാഴ്ചകളും ചരിത്രവും, നിങ്ങൾ അവിടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിലക്കുറവിൻ്റെ മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആളുകളുടെ വലിയ തിരക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. തുച്ഛമായ വിലയ്ക്ക് വസ്ത്രങ്ങളുടെയും തുണിത്തരങ്ങളുടെയും അസാധാരണമായ ശേഖരണത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ഷോപ്പുകൾ ദിവസവും ഈ മാർക്കറ്റിലെത്തുന്നു. ഡൽഹി സന്ദർശിക്കുന്ന ഏതൊരാളും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ്. ഇവിടേക്ക് എത്തുന്നതിന് ഏറ്റവും നല്ല മാർഗം മെട്രോ ആണ്. നഗരത്തിലെ മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട് എങ്കിലും ഏറ്റവും നല്ല സംവിധാനമായിട്ട് എനിക്ക് തോന്നിയത് ഡൽഹി മെട്രോ ആണ്. നമ്മുടെ സുരക്ഷയും വളരെ വേഗത്തിലെത്താനാവുന്ന ഒരു മാർഗവുമൊക്കെയാണ് ഡൽഹി മെട്രോ. സരോജിനി നഗർ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് സരോജിനി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. സരോജിനി നഗർ മെട്രോ സ്റ്റേഷൻ ഒരു ഭൂഗർഭ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് നമുക്ക് പ്രിയപ്പെട്ട ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അതുപോലെ പ്രിയപ്പെട്ട സിനിമ താരങ്ങളുടെ പോസ്റ്ററുകൾ, അതുപോലെ ക്രിക്കറ്റ് താരങ്ങളുടെ പോസ്റ്ററുകൾ എല്ലാം ഒന്നിന് 20 രൂപ എന്ന നിലക്കിലാണ് അവർ വിൽക്കുന്നത്. നല്ലൊരു കാഴ്ചയായി തോന്നി. പലർക്കും ഇതുപോലുള്ള പോസ്റ്ററുകൾ വാങ്ങണമെന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ വില കൂടുതലാണ് എന്ന് തോന്നുന്നു. ഇവിടെ ഒരു പീസിന് 20 രൂപയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും മുഖങ്ങൾ നമുക്ക് ഈ പോസ്റ്ററുകളിൽ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട സിനിമകൾ, അവരുടെ ക്യാരക്ടേഴ്സ്, അതുപോലെ ഒരുപാട് ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും പണി കിട്ടാവുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ പണമടങ്ങിയ പേഴ്സ്, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ, ഇവയെല്ലാം നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. നിങ്ങൾ ആളുകളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട് എന്ന് നിർബന്ധമായും ഓർക്കേണ്ടതാണ്. ഓർത്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. ഇതാണ് സരോജിനി മാർക്കറ്റിൻ്റെ സൗത്ത് വിങ്ങിൻ്റെ കവാടം. അത് ഗേറ്റ് നമ്പർ 3 ഇവിടെ മറ്റു ഗേറ്റുകൾ മറ്റിടങ്ങളിലായിട്ടുണ്ട് എന്നറിഞ്ഞു. ഈ എൻട്രിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. വളരെ സുരക്ഷയുള്ള ഒരു മേഖലയാണ് ഈ സരോജിനി മാർക്കറ്റിൻ്റെ ചുറ്റുവട്ടമൊക്കെ. അതുകൊണ്ട് തന്നെ ഡൽഹി ഒട്ടാകെ തന്നെ വളരെ സുരക്ഷയുള്ളൊരു മേഖല തന്നെയാണ്. ഇവിടെ സുരക്ഷ കൂടുതലാക്കാനൊരു കാരണമുണ്ട്. 2005 ഒക്ടോബർ 29 ഇവിടെ ഉണ്ടായ ഒരു ഭീകര സ്ഫോടന പരമ്പര. ഡൽഹിയിൽ മൊത്തം നടന്നൊരു ഭീകര സ്ഫോടന പരമ്പരകളായിരുന്നു. അതിലൊന്ന് സംഭവിച്ചത് ഇവിടെയാണ്. 30 പേരോളം ഇവിടെ മരണപ്പെട്ടു. ഡൽഹിയിലൊട്ടാകെ 60-70 പേരെങ്ങാനും മരണപ്പെട്ട ഒരു സ്ഫോടന പരമ്പര 2005 കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ഇളവും സർക്കാർ വരുത്താറില്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കള്ളന്മാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും അവർ അടിച്ചോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ആളുകളെല്ലാവരും ബാഗ് എങ്ങനെയാണ് അവരിട്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ കച്ചവടം അനധികൃതമായി കച്ചവടം നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതിന് സർക്കാരിനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതങ്ങനെ സംഭവിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അനധികൃതമായി കച്ചവടം നടത്തുന്നവർ. അതായത് കടകളിൽ കച്ചവടം നടത്തുന്ന പുറമെ പുറത്ത് കച്ചവടം നടത്തുന്ന ആളുകൾ, അതുപോലെ നടന്നുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകൾ. അതിനിടയിലൂടെ അസഹ്യമായ തിരക്ക് വരുമ്പോൾ അതിനിടയിലൂടെ നമ്മുടെ പോക്കറ്റുകളെ ലക്ഷ്യമാക്കി വരുന്ന കള്ളന്മാരെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി അവിടെ വെച്ച് തന്നെ ഉറപ്പുവരുത്തുക. വാങ്ങിയതിന് ശേഷം പിന്നെ സംസാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയേറെ ആളുകൾ വരുന്നത്? അതിന് വിജയമന്ത്രം ഒന്ന് മാത്രമാണ്: വിലക്കുറവ്.
വളരെ വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് എന്ന് നോക്കാം. വസ്ത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന വിപണി. അത് സീസണൽ വസ്ത്രങ്ങളാണ് അതിന് മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. അതായത് വിൻ്റർ സമയത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന വസ്ത്രങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അതല്ല നമ്മൾ സമ്മറിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് നമുക്കുണ്ടാവുക. അതുപോലെ പുതിയ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ, പുതിയ മോഡലുകൾ, അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ പൊതുവെ വിൽക്കപ്പെടുന്നത്. അതുകൂടാതെ ചെരുപ്പുകൾ, വീട്ടിലേക്ക് അലങ്കരിക്കാനാവുന്ന കാര്യങ്ങൾ, അതുപോലെ വസ്ത്രങ്ങളിൽ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് എന്ന് തോന്നി. ഒരുപാട് വസ്ത്രശാലകൾ തന്നെ ഇവിടെയുണ്ട്. അതിന് മിക്ക വസ്ത്രശാലകളിലും നമുക്ക് കിട്ടുന്ന വസ്ത്രങ്ങളുടെ റേറ്റ് 200, 250, 300 അങ്ങനെയൊക്കെയാണ്. വളരെ തുച്ഛമായ വിലയിൽ. നമ്മുടെ നാട്ടിൽ 800 രൂപയ്ക്ക് കിട്ടുന്ന ക്വാളിറ്റി അവിടുത്തെ 250, 300 രൂപ കിട്ടുന്ന ആ വസ്ത്രങ്ങൾക്കുണ്ട് എന്ന് തോന്നി. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വെറുതെ ഇതെല്ലാം ഒന്ന് ചുറ്റി തിരിഞ്ഞ് കാണണം. അതുപോലെ തന്നെ ഒരു ബെൽറ്റ്, അതുപോലെ ഒരു പാൻറ്റ്, അങ്ങനെ വാങ്ങാൻ പറ്റിയാൽ 1-2 വസ്ത്രങ്ങൾ എടുക്കാം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പൊതുവെ നമ്മൾ കാണുന്നത് ഈ ഒരു കാഴ്ച മൊത്തത്തിലൊന്ന് കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടേക്ക് വരുന്നത് തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ ഒരു ശ്രദ്ധ കൂടുതൽ ചെലുത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാരത്തിന് ഉപകരിക്കുന്ന പല കാര്യങ്ങളുമാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് ഈ ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കള്ളന്മാരുടെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളിലുണ്ടായിരുന്നില്ല. നീ എങ്ങനെയാണ് പോകുന്നത് എന്ന് അവൻ ചോദിച്ചപ്പോൾ ബസ്സിലാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. അവൻ്റെ ആദ്യ സംസാരം ബസ്സിൽ ഒരിക്കലും പോകരുത് എന്നാണ്. ബസ്സിൻ്റെക്കാട്ടിൽ സേഫ്റ്റി എന്ന് ആദ്യം പറഞ്ഞല്ലോ ഇവിടുത്തെ മെട്രോ ഒക്കെയാണ്. പക്ഷേ വളരെ കുറച്ച് ദൂരമായതുകൊണ്ടാണ് ബസ് ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഏറ്റവും നല്ലത് എപ്പോഴും നിങ്ങൾ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ മെട്രോ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കള്ളന്മാരുടെ ശല്യം ഇത്രമേൽ ഭയാനകരമായ മറ്റൊരു സിറ്റി ഉണ്ടോ എന്നറിയില്ല. എൻ്റെ കൈവശമുള്ള ഒരു ബാഗ് എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിറകിൽ വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നൊരു പേടിയുണ്ട്. പക്ഷേ ഫ്രണ്ടിലോട്ട് നടക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് ആരെങ്കിലും തൊടുന്നു എന്നൊരു ഫീല് നമുക്ക് പലപ്പോഴും വരും. അത് ആ തിരക്കിനിടയിൽ ആളുകൾ അറിയാതെ തട്ടിപ്പോകുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ ഈ മനസ്സിനുള്ളിൽ ഇതുപോലൊരു സംശയം കിടക്കുന്നത് കൊണ്ട് അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. 1, 2, 3 ആളുകൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാമെന്ന് തോന്നുന്നു. ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ശ്രദ്ധ കുറച്ചധികം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ എടുക്കണം, ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്ന സമയത്ത് ചില നല്ല ഷോട്ടുകൾ അല്ലെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാതിരിക്കാനുള്ള അവസരമാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. നമ്മളെവിടെയാണ് എത്തിയത് എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. പല ഷോപ്പുകളുടെയും ഇടയിലൂടെ ഗല്ലികളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു സമയത്ത് ഈ ഒരു നഗരൻ്റെ പേര് വിനയ് നഗർ എന്നായിരുന്നു. ആ സമയത്ത് സർക്കാർ ജോലിക്കാരായ ആളുകളാണ് ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നത്. ഈ പ്രദേശമൊക്കെ ഗവൺമെൻറ് 1ാം പഞ്ചവത്സര പദ്ധതിയിൽപ്പെടുത്തി വിപുലീകരിച്ച ഒരു മേഖലയാണ്. ഇതുപോലുള്ള വഴക്കുകൾ നമ്മൾ ഈ യാത്രയിലുടനീളം നമുക്ക് കാണാം. പല കച്ചവടക്കാരും ഇവിടേക്ക് വാങ്ങാൻ വന്ന ആളുകളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ ചിലയിടങ്ങളിൽ നമുക്ക് കാണാം. ഈ ഒരു തിരക്ക് കഴിയുന്ന സമയത്ത് ഒരു മഴ പെയ്ത് തോർന്ന ഒരു പ്രതീതി നമുക്ക് കിട്ടും. ആദ്യത്തെ പേര് വിനയ് നഗർ എന്നാണെന്ന് പറഞ്ഞല്ലോ. അത് 1970 അതിന് പേര് മാറ്റുന്നുണ്ട്. നമ്മുടെ ദേശീയ
സമരങ്ങളിൽ അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയായ സരോജിനി നായിഡുവിൻ്റെ പേര് ഈ ഒരു നഗറിന് വെക്കുകയാണ്. അതിനുശേഷമാണ് സരോജിനി നഗർ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ ഒരു സരോജിനി നഗർ ഒരുപാട് കോളനികളുടെ ഇടയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ചാണക്യപുരി, നവറോജി നഗർ, നേതാജി നഗർ, ലക്ഷ്മിബായി നഗർ, അങ്ങനെ 3-4 കോളനികൾക്കിടയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സരോജിനി നഗർ. വസ്ത്രങ്ങളുടെ വിലക്കുറവ് ഇന്ത്യയിലുടനീളമുള്ള ആളുകളെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ആളുകൾ സാറ്റിസ്ഫൈഡ് ആകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ നാടുകളിൽ കിട്ടുന്ന ഇത് കുട്ടികളുടെ ഒരു ഉടുപ്പാണ്. നമ്മുടെ നാടുകളിൽ ഇതിന് ചുരുങ്ങിയത് ഒരു 800 രൂപയെങ്കിലും കൊടുക്കണം. ഇവിടെ അതിന് 250 രൂപയാണ് വില. എങ്ങനെയാണ് ഇത്രയധികം വില കുറച്ച് വിൽക്കുന്നത് എന്ന് ചിന്തിച്ചു. അവർ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഇത് അടിച്ച് തയ്യാറാക്കുന്നത്. അത് യഥേഷ്ടം വിറ്റുപോവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് വിലക്കുറവിന് ആ ഒരു കാരണം നമുക്ക് തോന്നാം. മറ്റൊന്ന്, നമ്മുടെ നാടുകളിൽ വില കൂടുതലാക്കി ആണ് വിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. നടന്ന് എവിടെയാണ് എത്തിയത് എന്ന് പോലും ഓർമ്മയില്ലാത്ത ഒരു സ്ഥലത്താണ് എത്തിയത്. ഈ മാർക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈറ്റിലായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഫോണിലെ ചാർജ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് സ്റ്റുഡൻസ് ആണ് എന്ന് തോന്നുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാരാണ്, സ്ഥിര കച്ചവടക്കാരായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തരിക, അല്ലെങ്കിൽ പോലീസുകാരുടെ അടുത്ത് നിന്ന്. നിങ്ങളുടെ ആദ്യ ഓപ്ഷനായ ഫോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 ഓപ്ഷനുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വഴിതെറ്റിക്കുന്ന ആളുകളില്ലേ, നമ്മുടെ ഈ ബസ് റൂട്ടുകളിൽ ഓട്ടോക്കാരുടെ അടുത്ത് നിന്ന് ബസ് റൂട്ടിന് സമയം ചോദിച്ച ചില ആളുകളൊക്കെ തെറ്റി പറയുന്നതായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ അത് ഫീൽ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ചില സ്ട്രീറ്റ് വെൻഡേഴ്സ്. അവർ പലതരം ഉൽപ്പന്നങ്ങൾ, അവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് വിൽക്കാൻ അവർ ശ്രമിക്കും. നമ്മുടെ ചോർ ബസാർ കൺസെപ്റ്റ് അങ്ങനെ ഉണ്ടായതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തുള്ള ചോർ ബസാറിൻ്റെ പലതവണ പോയിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭീകര ദൃശ്യം മനസ്സിലാവുന്നത്. അവിടുത്തെ എല്ലാ ഐറ്റംസും മോഷ്ടിക്കപ്പെട്ട കാര്യങ്ങളല്ല. എന്നിരുന്നാൽ പോലും അവിടെ എത്തുന്ന ചില ആളുകൾ മോഷ്ടിച്ച വസ്തുക്കൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ, ഇത് നമ്മളെപ്പോലെ ഇവിടേക്ക് കടന്നു വന്ന ഏതോ ഒരു മനുഷ്യൻ്റെ വിലപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് അവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന് നമുക്ക് വിൽക്കുന്നത് എന്ന്. വളരെ വില കുറച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ചില ആളുകളൊക്കെ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോലെ അത് പണം കൊടുത്ത് വാങ്ങി ഉപയോഗിച്ച് നമ്മുടെ അതിൻ്റെ ഒരു ആഗ്രഹം പോലും മാറുന്നതിന് മുമ്പ് അടിച്ചുകൊണ്ട് പോകുന്ന വസ്തുക്കളായിരിക്കും എന്നോർക്കുക. അത് വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രമേൽ ആഗ്രഹത്തിൻ്റെ ഒരു ബന്ധം ആ ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് അതിൻ്റെ ഓണേഴ്സിനുണ്ടാവും. ഇവിടുത്തെ കച്ചവടങ്ങൾ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ സമയം. എല്ലാ ദിവസവും ഓപ്പണാണ്. എല്ലാ ദിവസവും ആളുകൾക്ക് ഇവിടെ വന്ന് വസ്ത്രങ്ങൾ വാങ്ങാനും, അതുപോലെ വസ്ത്രങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട വസ്തുക്കളെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അതും ഒരേ വിലക്കുറവിൽ തന്നെ. മറ്റൊന്ന്, ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം കുറച്ച് കുടുംബങ്ങളുടെ കൈവശമാണുള്ളത്. അത് ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകളെ സെറ്റിൽ ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് അവരുടെ പിന്മുറക്കാരായ മനുഷ്യരാണ് ഇപ്പോൾ അതിൻ്റെ ഉടമകളായി മാറിയിട്ടുള്ളത്. 90കളിൽ ഈ തെരുവ് അറിയപ്പെട്ടിരുന്നത് വസ്ത്രത്തിൻ്റെ പേരിലല്ല, അത് സ്വാദിഷ്ടമായ തെരുവ് ഭക്ഷണത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു 90കളിൽ ഇവിടം. അതിനുശേഷം ഇവിടുത്തെ വ്യാപാരികളിൽ എല്ലാവരും, പല ആളുകളും വസ്ത്രവ്യാപാര രംഗത്തേക്ക് ഇറങ്ങുകയും അതിൽ നിന്ന് അവർ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനമായ വരുമാന സ്രോതസ്സ് ഇപ്പോഴും വസ്ത്രം തന്നെയാണ്. ഡെനിം ക്ലോത്തുകൾ, അതുപോലെ നമ്മുടെ ബാഗുകൾ, എല്ലാത്തരം ബാഗുകൾ, ബാക്ക് പാക്കിൻ്റെ, അതുപോലെ എല്ലാത്തരം ബാഗുകൾ, ബനിയൻ ക്ലോത്തുകൾ, സ്പോർട്സ് വെയേഴ്സ്, അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും.
നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഇത്രയ്ക്ക് റേറ്റ് കുറവിൽ അവർക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഒരു 70 അല്ലെങ്കിൽ 60% വിലക്കുറവ് ഇവിടെ ഓരോ വസ്ത്രത്തിനും ഉണ്ടായിരിക്കും. നമ്മുടെ നാടുകളിൽ നിന്ന് മണാലി അതുപോലെ കാശ്മീരൊക്കെ പോകുന്ന ആളുകളൊക്കെ പർച്ചേസിനായിട്ട് ആദ്യം എത്തുന്നത് ഈ സരോജിനി നഗർ, അതായത് സരോജിനി മാർക്കറ്റിലാണ്. അതിന് കാരണം വിലക്കുറവിൽ നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും. നമ്മുടെ ജാക്കറ്റുകൾ, അതുപോലെ തണുപ്പ് സമയത്ത് ഉപയോഗിക്കേണ്ട ഒരുപാട് വസ്ത്രങ്ങളില്ലേ, ആ വസ്ത്രങ്ങളൊക്കെ നമുക്ക് വിലക്കുറവിൽ ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും. അത് ബഡ്ജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു വേർഡാണ് എന്ന് തോന്നുന്നു. നമ്മുടെ നാടുകളിൽ ഇതുപോലെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള കച്ചവടക്കാരുടെ സ്ഥിതി വളരെ മോശമായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. ക്വാളിറ്റിയിലെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. നമ്മുടെ 800 രൂപക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി ആണെങ്കിലും ബ്രാൻഡഡ് യൂണിറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമോ എന്നറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ ഇതൊക്കെ മതി എന്നൊരു കൺസെപ്റ്റ് പൊതുവേ ഉണ്ട്. അതുപോലെ സൺഗ്ലാസസ്, അതുപോലെ ബെൽറ്റുകൾ, ഇവയൊക്കെ ഇവിടെ ലഭിക്കുന്ന ഐറ്റംസാണ്. ഡൽഹിക്കാരായ ആളുകൾ മാത്രമല്ല ഇവിടേക്ക് വരുന്നത്, ഇന്ത്യയിലൊട്ടാകെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന വിദേശികളായിട്ടുള്ള ആളുകളും ഇവിടേക്ക് എത്താറുണ്ട്. വിലക്കുറവിൽ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങാനും ഇവിടുന്ന് ധരിക്കാവുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ, സീസണായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ ഇവിടെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് അവർക്ക് പോലും അറിയാം. അത്രമേൽ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് ആവുമ്പോൾ അതെന്തുകൊണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഈ തിരക്ക് അവർക്ക് കൺസിസ്റ്റൻസായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വിലക്കുറവ് അത്രമേൽ ആകർഷിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ചാണക്യപുരയുടെ സമീപത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് US-ൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ എംബസികൾ ഇതിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കുക. US വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും എംബസികൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചയിൽ ആ ഡൽഹിയുടെ പേര് ഉയർന്നു നിൽക്കുന്നതായിരിക്കണം. അത് ഈ മാർക്കറ്റിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈൻ ഇയിലാണ്. ലൈൻ ഡിയിലൂടെ കടന്നു പോയാൽ നമുക്ക് സരോജിനി നഗർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ എത്താൻ സാധിക്കും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മൾ അന്യദേശങ്ങളിലെത്തുമ്പോൾ നമുക്കുണ്ടാകാറുള്ള ഒരു ഭയപ്പാടുകൾ നമുക്ക് ഏതൊരു കാര്യത്തിലും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും എത്രയും പെട്ടെന്ന് തന്നെ ഈ മാർക്കറ്റ് കണ്ടു തീർക്കണം എന്ന ഒരു ലക്ഷ്യവുമായി കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്. നേരം വൈകി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ റൂമിലേക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും കുറച്ച് നടക്കാനുമുണ്ട്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അപ്പോൾ അവിടേക്ക് മെട്രോ എടുത്ത് അവിടെ പോയതിന് ശേഷം നടക്കാനുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തീർക്കേണ്ടതായിട്ടുണ്ട്. ഡൽഹി സേഫ്റ്റിയുടെ കാര്യത്തിൽ എത്രത്തോളം മുൻപന്തിയിലാണ് അല്ലെങ്കിൽ പിൻപന്തിയിലാണ് എന്ന് നിങ്ങൾ ഇവിടുത്തെ ന്യൂസുകൾ കാണാറുണ്ടാവുമല്ലോ. ഇത്രയേറെ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും വലിയ ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് ഓർക്കുക. ഷോപ്പിംഗ് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇവിടെ പണത്തിൻ്റെ ഒരു വലിയ കെട്ടുമായിട്ട് വരുന്നത് നന്നാവും. അവർക്ക് അത്രമേൽ സാധനങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പല വസ്ത്രങ്ങളും ഇവിടെ വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഷോപ്പിങ്ങിനായിട്ട് മാത്രമായി എത്തുന്നതായിട്ട് കണ്ടു. വരുന്ന വഴിയിൽ 3-4 പേരെ അവർ പരിചയപ്പെട്ടു. ഒരാൾ മലപ്പുറത്ത് നിന്നും, ഒരാൾ എറണാകുളത്ത് നിന്നും, ഒരാൾ ആലപ്പുഴയിൽ നിന്നൊക്കെയാണ്. അവരിവിടെ വന്നതിന് ശേഷം കൂട്ടായി അവർ കാശ്മീരിലേക്കുള്ള യാത്രയിലാണ്. അവരിവിടെ വന്നത് ഈ വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അവരിവിടെ എത്തിയതിന് ശേഷം അവർ പ്ലാൻ മാറ്റുകയായിരുന്നു. ഒന്ന് കാശ്മീർ വരെ പോയി വരാമെന്ന ഒരു ചിന്ത അവർക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായി. അവർ ഇന്ന് രാത്രി വാഹനം കയറുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കുറച്ച് ഡ്രസ്സുകൾ എടുക്കാനാണ് വന്നിട്ടുള്ളത്. കാശ്മീർ
ഈ സമയത്ത് കുറച്ച് തണുപ്പ് കൂടുതലുള്ള സമയമായതുകൊണ്ട് അവർ തണുപ്പിന് പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനാണ് ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം വീണ്ടും ഇവിടെ വന്ന് വസ്ത്രങ്ങളെടുത്ത് നാട്ടിൽ പോകുമെന്നാണ് അവർ പറഞ്ഞത്. ഒന്നും വാങ്ങാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ സരോജിനി നഗർ മാർക്കറ്റിന് അകത്തുകൂടി ഒന്ന് കറങ്ങി നടക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു ബെൽറ്റ് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ഒരു ബെൽറ്റ് വാങ്ങിക്കുകയാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ആ ഒരു ബെൽറ്റ് വാങ്ങിക്കാൻ സാധിച്ചു. ഡൽഹി കാഴ്ചയ്ക്ക് വരുന്ന ആളുകൾ നിർബന്ധമായും കുറച്ച് പണം കൂടുതൽ കരുതുകയും ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം അത്രമേൽ പണക്കുറവ് ഇവിടെ നമുക്ക് കാണാം. നമ്മുടെ നാടുകളിൽ ഇവിടെ നിന്ന് എടുത്ത് നമ്മുടെ നാട്ടുകൾ കൊണ്ടുപോയി കച്ചവടം ചെയ്താൽ പോലും അവർക്ക് ലാഭമുണ്ടാകുന്ന ഒരു ബിസിനസ്സായിട്ട് അത് വളർത്തിയെടുക്കാമെന്ന് തോന്നി. ഇവിടെ നിന്ന് വസ്ത്രം എടുക്കുന്ന ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് കൂടിയാണ്. ഇവിടെ നിന്ന് വസ്ത്രങ്ങളെടുത്ത് വിൽക്കുന്ന ആളുകൾ ഡൽഹിയിൽ തന്നെയുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞു. പക്ഷേ വളരെ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിരക്ക് കൂടുന്ന സമയത്ത്, അത് ഇവിടെയെന്നല്ല ലോകത്തിലെവിടെയും തന്നെ തിരക്ക് കൂടുന്ന സമയത്ത് നമ്മളുടെ പോക്കറ്റ് കാലിയാവാനുള്ള അവസരം അവർക്കുണ്ടാവും. അത് കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. ആളുകൾ വളരെ കൂടുന്നത് തിരക്കേറിയ നിമിഷങ്ങളിലാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഗാഡ്ജറ്റുകളും മറ്റും നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കുക. ഇവിടെ നിന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരു മോശം അനുഭവം മോഷണത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇതുപോലുള്ള പ്രവൃത്തികളെ ട്രെയിനിൽ വരുമ്പോഴാണ് നമ്മൾ ഡൽഹി മോഷണത്തിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസ്സിലാകുന്നത്. അത് അവിടെ അതിനായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്നാണ് അവിടുത്തുകാരായ ആളുകൾ പോലും പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെട്രോ കയറാനുള്ള നടപടിയിലേക്ക് കടന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ മെറ്റൽ ഡിറ്റക്ടേഴ്സ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. എന്നിരുന്നാലും ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് അതും അവിടെയുണ്ട്. ലോകത്തിൻ്റെ അത്ഭുതമായിട്ട് നമ്മൾ പലപ്പോഴും താജ്മഹൽ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ ഈ ഡൽഹി മെട്രോയെ കാണുന്നത്. അത്രയേറെ വികസിച്ച ഒരു മെട്രോ ആണ് ഡൽഹി മെട്രോ. ഇതിൻ്റെ തിരക്ക് തന്നെ അതിഭീകരമായ തിരക്ക് ഇവിടെ ഡൽഹി മെട്രോയിൽ അനുഭവപ്പെടും. നമ്മുടെ കൊച്ചിയിൽ നിന്നും നമുക്ക് ഇവിടെ വന്ന് മെട്രോ എടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ഭീകരതാവസ്ഥ മനസ്സിലാവും. ഈ ഒരു അത്ഭുതത്തിൽ കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ഒരു മനുഷ്യൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഡൽഹി മെട്രോ നമ്മൾ ഡൽഹി എത്തുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. മറ്റു ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വേഗത്തിലും ഏറ്റവും സുരക്ഷയിലും പോകാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഡൽഹി മെട്രോ. ആ ടിക്കറ്റ് വാങ്ങുന്നതും മറ്റും ഡൽഹി മെട്രോ എന്നൊരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം. വീണ്ടും കാണാം.